ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇന്നലെ മുഹറം 10 മിഞ്ഞാന്ന് 9ാമത്തെ നോമ്പിന്റെ വ്ളോഗൊക്കെ ആയിട്ട് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കണ്ടിട്ടില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇന്നലെ മുഹറം 10 അപ്പോൾ ഞങ്ങളെ നോമ്പൊക്കെ നോറ്റിട്ടുള്ള ആ ഒരു വിശേഷവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയുള്ള തുടർന്ന് വീഡിയോ ഒക്കെ എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ഒരു കാലാവസ്ഥ പറഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. മഴയുമില്ല, അതുപോലെ തന്നെ വെയിലില്ലാത്ത ഒരു എന്താ പറയുക, ഒരു ലളിതമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫിസിമോനൊക്കെ നല്ല കളിയിലാണ്. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന ചിക്കൻ ബിരിയാണിയാണ്. അതിലേക്ക് ഉള്ള ഉള്ളിയും തക്കാളിയാണ് കേട്ടോ ഇത്. അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് 1, 2, 3 വിസിൽ വന്നതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കുക. കാരണം ആ ഉള്ളിയിലും തക്കാളിയിലും തന്നെ ഉണ്ടാവും കേട്ടോ വെള്ളം. അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം നന്നായി ചിക്കനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ആഡ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കാം. പക്ഷെ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് എണ്ണയിലോട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ആ എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വേണേ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. കാരണം ഇത് കുക്കറിൽ ദമ്മിടുന്നതുകൊണ്ട് അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. ഒടിഞ്ഞൊക്കെ പോവും. അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഫ്രൈ ചെയ്യേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കൈ കൊണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതാ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഷുർബി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഷുർബ ഉണ്ടാക്കുന്നത് ഗോതമ്പ് നുറുക്കൊണ്ടെന്നൊക്കെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലും ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുട്ടികളൊക്കെ ഇവിടെ പോയി പുറത്തെങ്ങാനും പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് വന്ന് നോക്കിയപ്പോൾ എന്താ ലൈമി ഭയങ്കര കളിയിലാണ് കേട്ടോ. ഇസമോളെ നല്ലോണം കളിപ്പിക്കുന്നുണ്ട്. അവൾക്ക് നല്ല ഇഷ്ടമാണ് കളിപ്പിക്കാൻ. ആരെങ്കിലും ഒരാൾ വേണം, അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കെങ്കിലും വേണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പം ഞാൻ ഈ ബിരിയാണീൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ആ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി ഉടച്ച് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മസാലകളൊക്കെ ഇട്ട് കൊടുത്തതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇന്ന് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ. കാരണം ഇന്ന് മോളെ കൊണ്ടുപോകാനും വേണ്ടി മരുമോൻ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു റൈസും കൂടിയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സ്നാക്സ് ആയിട്ട് ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് ഇതാ ബോൾസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കില്ലെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് നല്ലൊരു അടിപൊളി ചമ്മന്തിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തിയും തൈരും എല്ലാം ഞാൻ ഈ ബിരിയാണീൻ്റെ കൂടെ തന്നെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനും വേണ്ടി അതിനായിട്ട് ഞാൻ തേങ്ങ ചിരണ്ടി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 സ്നാക്സെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പഴനിറവിനും വേണ്ടി തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ജീരകവും പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും പിന്നെ അണ്ടിമുന്തിരിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തേയിലൊന്ന് ഈ തേങ്ങയ്ക്കൊന്ന് മൂപ്പിച്ചതിന് ശേഷം അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ പെട്ടെന്നൊന്നും ആക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത് വഴറ്റാതെ തന്നെ ഇതുപോലെ മിക്സ് ആക്കിയിട്ടാണ് പഴനിറവ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇതാ പഴനിറവിന് വേണ്ടി ഞാൻ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയില്ലാത്തവർക്കൊക്കെ പറഞ്ഞു തരികയാണ് കേട്ടോ. പഴം ഇതുപോലെ ഞാൻ കത്തി വെച്ചൊന്ന് അളന്നെടുക്കും. എന്നിട്ട് നമ്മൾ ആ അളവിനനുസരിച്ച് വേണം കേട്ടോ ഇത് കീറിയെടുക്കാൻ. അധികം ആഴ്ന്നു പോകരുത്. നന്നായിട്ടൊന്ന് കീറിയതിന് ശേഷം ഇതാ നല്ലോണം തുറന്നു വെക്കുക. തുറന്നു വെച്ചതിന് ശേഷം ഈ തേങ്ങാക്കൂട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കുക. ഇവര് രണ്ട് ഭാഗത്തും സൈഡിലൊക്കെ ആക്കി വെക്കലുണ്ട്. പക്ഷെ ഞാനിത് ഒരു ഭാഗത്ത് മാത്രം കേട്ടോ ആക്കിയെടുക്കുന്നത്. ഇതുപോലെ സെൻറ്ററിൽ കീറിയതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ കൂട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ പഴത്തിന്റെ നിറവ് ഇതേപോലെ നിറച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതിന്റെ തൊലി പിന്നെയാണ് കേട്ടോ ഒഴിവാക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ കയ്യിലൊക്കെ പിടിച്ചിതാക്കുമ്പോൾ പഴക്കം ഒന്ന് മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് തിളച്ച എണ്ണയിലോട്ട് നമുക്ക് കീറിയ ആ ഭാഗത്തുണ്ടല്ലോ ഫില്ല് ചെയ്ത ആ ഭാഗത്ത് ഇതാ ഞാൻ മൈദയുടെ മാവൊക്കെ മുക്കിയതിന് ശേഷം ആ എണ്ണയിലേക്ക് താഴ്ത്തി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ പഴനിറവൊന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പി ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. ഇനി നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബോണ്ടൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ബിരിയാണിക്ക്. അപ്പോൾ ഇനി നെയ്ച്ചോറ് വെച്ചതിന് ശേഷം ഒന്ന് ദമ്മിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ടൈമേ തീരെ ഇല്ല, കുറച്ച് ടൈമും കൂടി ഉള്ളൂ നോമ്പ് തുറക്കാൻ. അപ്പോൾ റൈസൊക്കെ കഴുകി വെച്ചതിന് ശേഷം ബിരിയാണി കുക്കറിലിട്ടൊന്ന് ദമ്മിടണുള്ളൂ. അങ്ങനെ ഗീ റൈസ് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് 2 കുക്കറിലായിട്ടാണ് കേട്ടോ ഞാൻ ദമ്മിടുന്നത്. അങ്ങനെ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. പിന്നെ ഇതാ ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരത്തെ ഞാൻ ഫിഷൊക്കെ മസാല കൂട്ടി വെച്ചുകൊണ്ട് പെട്ടെന്നായി കിട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നോമ്പ് തുറക്കാനായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങൾ നോമ്പൊക്കെ തുറക്കുകയാണ് കേട്ടോ. കാരണം മഗ്‌രിബൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്നാക്സും ജ്യൂസൊക്കെ കഴിച്ചതിന് ശേഷം മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ മോക്ക് പോവും വേണം, പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ റൈസൊക്കെ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. പാക വേവിന് തന്നെ നല്ലോണം റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സ് ആക്കിയതിന് ശേഷം ടേബിൾ മേക്കൊക്കെ എടുത്ത് വെക്കാം. അങ്ങനെ വിസിൽക്കാത്ത ചോറൊക്കെ എല്ലാ പ്ലേറ്റിലും ഇട്ട് പിന്നെ തട്ടിലോട്ട് എല്ലാ ചോറും ഇട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ മുഹറം 9-10 ഞങ്ങൾ നോറ്റ് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. വളരെയധികം സന്തോഷമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വ്ളോഗും റെസിപ്പീസും ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.